بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم وعن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ആത്മാവ് അഥവാ റൂഹ് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ജീവസുറ്റതായി നിലനിൽക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകാനും വരാനും ചെയ്യാനും എല്ലാം പറ്റുന്നത് ശരീരത്തിൽ ആത്മാവുള്ളത് കൊണ്ടാണ്. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ നമ്മൾ മയ്യത്ത് എന്ന് പറയും. പിന്നെ എല്ലാം നിശ്ചലമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇസ്ലാമിന്റെ ജീവൻ റൂഹുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്തവന്റെ സൽക്കർമ്മങ്ങൾ അതെത്ര വലുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. അവൻ എത്രയേറെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര സുന്നത്ത് നോമ്പുകൾ ഫർദിന് പുറമെ എടുത്തിട്ടുണ്ടെങ്കിലും, എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും തൗഹീദില്ലേ അവന്റെ ഒരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക പോലുമില്ല. ഒരു മരത്തിന് കുറേ വേരുകൾ ഉണ്ടാവും. അതിന്റെ അടിവേര് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ അടിവേര് മുറിഞ്ഞാൽ ആ മരം ഉണങ്ങിപ്പോകും, ആ ചെടി ഉണങ്ങിപ്പോകും. പിന്നെ ബാക്കിയുള്ള വേരുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്നതുപോലെ ഒരു മരത്തിന്റെ അടിവേര്, ആ മരം നിലനിൽക്കാൻ, അത് വളരാൻ എത്ര പ്രധാനമാണോ അതുപോലെ ഇസ്ലാമിന്റെ ജീവനാണ്
ഇസ്ലാമിന്റെ അസാസ്, അടിത്തറയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഒരാൾ പോലും തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം പ്രബോധനം ചെയ്യാതെ കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സംശയം പിൽക്കാലത്ത് ഒരാൾക്കും ഉണ്ടാകാതിരിക്കാൻ, ചിലപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നേക്കാമല്ലോ, ഇന്ന നബി തൗഹീദ് പ്രബോധനം ചെയ്തിട്ടില്ലല്ലോ, ഇന്ന നബിയുടെ കാലത്തെ ദൂഷ്യങ്ങളും സാമൂഹ്യ വിപത്തുകളും അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകളും ഒക്കെ ഇന്നതിന്നതായിരുന്നല്ലോ, അതുകൊണ്ട് ആ നബി പ്രബോധനം ചെയ്തത് അതായേക്കാം എന്നതുപോലെയുള്ള ചർച്ചകൾ ഒന്നും വരാതിരിക്കുവാനായി സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ. നബിയെ, താങ്കൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകനെയും ഭൂലോകത്തേക്ക് നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹ്യ് നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് ഇബാദത്തുകൾ എനിക്കർപ്പിക്കണമെന്ന് എല്ലാ നബിമാരും ദഅവത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് തൗഹീദാണ്. അതുകൊണ്ട് പിശാച് ഒരു മനുഷ്യനെ പല നിലയ്ക്കും വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും പിശാച് ഏറ്റവും അധികം മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത് തൗഹീദിൽ നിന്ന്, ശുദ്ധമായ തൗഹീദിൽ നിന്ന് അവനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ആ തൗഹീദിൽ ശിർക്ക് കലർത്താനുള്ള ശ്രമം നിരന്തരം അവൻ നടത്തും. ആദമിന് തഹിയ്യത്തിന്റെ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ്, അവൻ ജിന്ന് വർഗമായിരുന്നല്ലോ, ഇബ്ലീസ് മാത്രം അതിൽ നിന്ന് വിട്ടുനിന്നു. അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ നിരസിച്ചു, അതിനോട് ധിക്കാരം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം അവൻ ഏറ്റുവാങ്ങി. അപ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോടൊരു ആവശ്യം ഉന്നയിച്ചു, അള്ളാഹുവെ, ഈ ലോകം എന്നാണോ അവസാനിക്കുന്നത്, അതുവരെ ജീവിക്കാനുള്ള അനുമതി നീ എനിക്ക് നൽകുമോ എന്ന്. റബ്ബത് നൽകി. അപ്പോ പിശാച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞ എന്താ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. അള്ളാഹുവേ, നീ എന്നെ വഴി പിഴപ്പിച്ചതുകൊണ്ട് നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ പതുങ്ങിയിരിക്കും, ഒളിഞ്ഞിരിക്കും. അതിന്റെ മുമ്പിൽ സിറാത്തുൽ മുസ്തഖീം എന്താണോ അതിലേക്ക് ആളുകൾ എത്താതിരിക്കാൻ ഞാൻ എന്നാലാവുന്ന ബ്ലോക്ക്, തടസ്സം ഞാൻ തീർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറയാ, ثُمَّ لَآتِيَنَّهُم مِّن بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. സൂറത്തുൽ ആറാഫിലാണ് ഈ വചനമുള്ളത്. അവന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തും ഇടത്തും ഏതെല്ലാം വഴിക്ക് അവനെ തെറ്റിക്കാൻ പറ്റുമോ, പിഴപ്പിക്കാൻ പറ്റുമോ, ആ പരിശ്രമങ്ങൾ മുഴുവൻ ഞാൻ നടത്തും. അതുകൊണ്ട് റബ്ബേ, നിന്റെ പടപ്പുകളിൽ അധികം ആളുകളും നിന്നോട് നന്ദി കെട്ടവരായിരിക്കും, നന്ദിയുടെ മാർഗത്തിലായിരിക്കില്ല അവർ. ആ നന്ദികേടെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ നന്ദികേടെന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഷിർക്കാൻ, അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേട് തൗഹീദ് ഒഴിവാക്കി ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രതയുണ്ടാവണം, ജാഗ്രത നല്ലതുപോലെ വേണം. തൗഹീദിൽ ജീവിച്ച എത്രയോ ആളുകൾ ഷിർക്കിൽ ആവതിച്ചു പോയിരിക്കുന്നു, കുഫറിൽ പെട്ടുപോയിരിക്കുന്നു, അല്ലെ, നിരീശ്വരവാദത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ജാഗ്രത വേണം, ഒരു ഭയം വേണം നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അശ്ശിർക്കു ഫീക്കും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ നിങ്ങളിലേക്ക് ഷിർക്ക് കടന്നു വരും. അത് വല്ലാത്തൊരു ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഉറുമ്പരിക്കുന്നത് പോലെ ഷിർക്ക് കടന്നു വരും എന്ന് പറയാൻ കാരണം എന്നറിയോ? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ അലമാരയിൽ തുണികൾ അടുക്കി വെക്കും,
കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊന്ന് എടുത്തു നോക്കുമ്പോൾ കാണാം അതിൽ മുഴുവൻ ഉറുമ്പരിച്ച ആ ദ്വാരങ്ങളായിരിക്കും, തുളകളായിരിക്കും. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ അറിയില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എവിടെങ്കിലും തട്ടിയൊന്ന് കീറിയാൽ അത് നമ്മൾ ഉടനെ അറിയും. പക്ഷെ ഉറുമ്പരിക്കുന്നത് അറിയില്ല, അത് പിന്നെയാണ് അറിയുക. അപ്പം ഒരു ഉറുമ്പ് അരിച്ച് നമ്മളെ തുണി നശിപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ ഗോപ്യമായി നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകന്മാരെല്ലാം അഖിലവും തങ്ങളുടെ അവസാന വസിയത്തായി മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒക്കെ കാണാം സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കുമെന്ന് ചോദിക്കുമ്പോ റബ്ബിനെ ആരാധിക്കുന്ന മക്കൾ മറുപടി പറയുന്നുണ്ട്. അപ്പൊ നബിമാർ വസിയത്ത് നൽകിയൊരു വിഷയമാണ്. തൗഹീദിന്റെ കാവലാളെന്നും തൗഹീദിന്റെ പടവാഹകനെന്നും അറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു ഇറാഖിലെ ആ ജനതയ്ക്കെതിരെ, നമ്രൂദിനെതിരെ. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുകയാണ്. എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. അല്ലാഹുവേ, ഇറാഖിലെ ഈ ജനത സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നാട്ടിവെച്ച് ആരാധിക്കുന്ന ആ വിഗ്രഹാരാധകരിൽ ഉൾപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ എത്രമാത്രം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിർക്ക്, അല്ലെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ് എന്നുള്ള അത്തരം ഇസ്തിആദത്തിന്റെ പ്രാർത്ഥനകൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനമാണ് എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ കാവൽ തേട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തൗഹീദിന്റെ വിശുദ്ധിയെയും പവിത്രതയെയും നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് വല്ലാതെ വീഴ്ച വരുന്ന ഒരു വിഷയമാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നേടുക, ഇടതേടുക എന്നൊക്കെ പറയും. ഹക്ക് ജാഹ് ബർക്കത്ത്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പലപ്പോഴും ഖബർ സിയാറത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അള്ളാഹു ഈ മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്റെ പാപം പുറത്തു തരണേ, എന്റെ ആഗ്രഹം സാധിച്ചു തരണേ, എനിക്ക് കുഞ്ഞിനെ നൽകണേ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കും. ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് എന്നിങ്ങനെ ആളുകൾ വ്യാപകമായി പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ എന്താ, അള്ളാഹിനോടല്ലേ തേടുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവകാശം എന്നാണ് അർത്ഥം. ജാഹ് എന്ന് വെച്ചാലോ സ്ഥാനം എന്നാണ്. ബർക്കത്ത് എന്നാലോ സിയാദത്തും ഫി നിഅമ എന്നാണ്, അനുഗ്രഹ വർദ്ധനവ് എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച ചില ഹക്കുകളുണ്ട്. ഉലമാക്കൾ പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ്, എന്നോട് നിങ്ങൾ ദുആ ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അത് അല്ലാഹു നമുക്ക് നൽകിയ ഹക്കാണ്. അത് തരും ഉലമാക്കൾ പറയുകയാണ്. അതേപോലെ മുഅ്മിനുകളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, ഹക്കുണ്ട്. വകാന ഹക്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണോ അവരെ സഹായിക്കുക എന്നത് നമ്മുടെ ഹക്കാണ്, നമ്മുടെ ബാധ്യതയാണ്, അവകാശമാണ്. അല്ലാഹു പറയും എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോ മറ്റൊരാളുടെ ഹക്ക് മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല, അതിനൊട്ട് മാതൃകയുമില്ല. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തോ മറ്റോ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് നേടിയിട്ടാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം അള്ളാഹു പുറത്തു കൊടുത്തതെന്നൊക്കെയുള്ള വാക്കുകൾ ആളുകൾ പറയാറുണ്ട്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണ്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു എന്ന് മാത്രമല്ല, എന്താണ് ചെയ്ത ദുആ എന്ന് പോലും ആ പദങ്ങൾ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് കാരുണ്യം ചൊരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഉൽമ ചെയ്തവരാണ്. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഉൽമ ചെയ്തവരിൽ, അക്രമം ചെയ്തവരിൽ പെട്ടുപോകും. റഹ്മാനെ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് തേടിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചത്.
റബ്ബ് നൽകിയ തൗബയുടെ വചനം. അതുകൊണ്ടാണ് അവർ തേടിയെന്നുള്ളത്. അവിടെ എവിടെയും ഹക്കിന്റെ തേട്ടം വന്നിട്ടില്ല. അപ്പൊ മറ്റൊരാളുടെ ഹക്ക് മുൻനിർത്തി തേടുക എന്നത് ദീൻ അനുവദിച്ചതല്ല. ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാണ്. മറ്റൊരാൾക്ക് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സ്ഥാനം, പദവി, അത് വെച്ചുകൊണ്ടല്ല റബ്ബിനോട് നമ്മൾ തേടേണ്ടത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് സ്ഥാനവും പദവിയും നമ്മുടെ ഈമാനിലൂടെ, തഖ്വയിലൂടെ നേടിയെടുത്തിട്ടാണ് അള്ളാഹുവിനോട് തേടേണ്ടതെന്ന. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹ വർദ്ധനവ് എന്നാണ്. അള്ളാഹുവെ ഇന്നയാളുടെ ബർക്കത്ത് കൊണ്ടെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ടെന്നല്ല, ബർക്കത്ത് കൊണ്ട് പുറത്തു തരണേ എന്നുള്ളതല്ല. മറിച്ച് അള്ളാഹ് പഠിപ്പിച്ചെന്താ, റസൂലുള്ള പഠിപ്പിച്ചെന്താ? റസൂലുള്ളാഹിക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ. റസൂലിന്റെ ബർക്കത്ത് കൊണ്ടെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിയാൻ നിങ്ങൾ അള്ളാഹിനോട് തേടണമെന്നാ. അതാണ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അഹ്ലു ബൈത്തിനും നീ ബർക്കത്ത് ചൊരിയണേ എന്നുള്ള പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന അതാണ്. അപ്പൊ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ഇടതേട്ടം അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. അത് തൗഹീദിനെതിരാണ്. അള്ളാഹുവിനോട് നേരിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിച്ച് നാം ഓരോരുത്തരും ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അനുഗ്രഹ വർദ്ധനവാണ്. അനുഗ്രഹം ലഭിക്കുന്ന ഇടം, അനുഗ്രഹം ലഭിക്കുന്ന സമയം, അനുഗ്രഹം ലഭിക്കുന്ന നിമിത്തങ്ങൾ, കാരണങ്ങൾ, ഇതൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. കഅബയെ സംബന്ധിച്ച് പറഞ്ഞത് ബൈത്തൻ മുബാറക് എന്നാണ്. മുബാറക്കത്തൻ, അനുഗ്രഹത്തിന്റെ ഭവനം എന്നുള്ളതാണ്. അവിടെ വെച്ച് ദുആ ചെയ്താൽ കൂടുതൽ ബർക്കത്ത് കിട്ടും. അവിടെ വെച്ച് നമസ്കരിച്ചാൽ കൂടുതൽ ബർക്കത്ത് കിട്ടും. അതേപോലെ ഒരു ദിവസത്തിലെ പ്രഭാത സമയത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പ്രഭാത സമയം തെരഞ്ഞെടുത്ത് ആ സമയത്തൊന്നും ഉറങ്ങാണ്ട്, അത് ദീനിയായ കാര്യമാവട്ടെ ദുന്യവിയായ കാര്യമാവട്ടെ, അതിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം പ്രഭാത സമയത്ത്, സുബഹിയുടെ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ട്. അത് ഖുർആൻ ഓതാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും മറ്റെന്ത് നന്മകൾ ചെയ്യുകയാണെങ്കിലും ഇനി നമ്മുടെ മഈശത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അതിലെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യുന്ന, അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്ക വിജയം കഴിഞ്ഞ് ഹുനൈനിലേക്കുള്ള പോരാട്ടത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ കൂടെ കുറെ പൊതുവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ആ യുദ്ധം ചെയ്യുന്ന വാളിന് ബർക്കത്തുണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്കൊരു മരമുണ്ട്, ദാത്ത് അൻവാത്ത് എന്നാണ് അതിന്റെ പേര്. അതിലേക്ക് ആ മരം, ആ വാളൊന്ന് കൊളുത്തിയിട്ട് അതുമായി പോയി യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹുനൈനിലേക്ക് നമ്മൾ പോവാണല്ലോ, ഞങ്ങൾക്ക് ഈ വാളൊന്ന് കൊളുത്തിയിട്ടെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണമെന്ന് പറഞ്ഞു, ബർക്കത്ത് എടുക്കാൻ വേണ്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വാക്ക് ഇതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്രായേലിയർ പറഞ്ഞ വാക്കാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? എന്താണ് ഇസ്രായേലിയർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ ആരാധ്യന്മാരുള്ളത് പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മരത്തിൽ വാള് കൊളുത്തിയിട്ട് ബർക്കത്തെടുക്കുന്നത് പറഞ്ഞപ്പോ നബി ചോദിച്ചത്, നിങ്ങൾ എന്നോട് ദൈവത്തെ ആവശ്യപ്പെടുകയാണോ എന്നുള്ളതാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ബർക്കത്ത് തരേണ്ടവൻ റബ്ബാണ്. ബർക്കത്ത് നമ്മൾ ചോദിക്കേണ്ടത് റബ്ബിനോടാണ്. അതിൽ ഇന്നയാളുടെ ബർക്കത്ത് കൊണ്ട് തരണേ എന്നുള്ള ചോദ്യം ഇസ്ലാമിന് അന്യമാണ്, ദീനിന് അന്യമാണ്. അതുകൊണ്ട് നമ്മൾ ബർക്കത്ത് ചോദിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും ബർക്കത്ത് ചൊരിയണേ, കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ എന്നുള്ള പ്രാർത്ഥനകൾ അത് വേണ്ടത് അള്ളാഹുവിനോടാണ്, അതല്ലാതെ മഹാന്മാരെ ഇടവെച്ചുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദിൽ എപ്പോഴും ഉറച്ചു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ശുദ്ധമായ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാനും തൗഹീദോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു ഖൈറുകളും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നാട്ടിലെ പ്രബോധന പ്രവർത്തന മേഖലകളിൽ എത്രയോ കാലമായി ഉള്ള നമുക്കെല്ലാം അറിയുന്ന സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് ബോധം കെട്ട് വീണ് ഒരാഴ്ചയായി അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൂർണ്ണമായ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഇവിടുന്ന് കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്ന നാട്ടിലേക്ക് പോയ മൻസൂർ, കൊല്ലംകാരനായ മൻസൂറിന് ഒരു ഓപ്പറേഷൻ എന്ന് നടക്കുകയാണെന്ന് അറിയിച്ചിരുന്നു. നമ്മുടെ കൂടെയുള്ള നജിബലിന്റെ ജ്യേഷ്ഠൻ വിദേശത്ത് നിന്ന് ഒരു അപകടം പറ്റി നാട്ടിലേക്ക് പോയിരുന്ന ഒരു ഓപ്പറേഷൻ നടക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരങ്ങൾക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ, പൂർണ്ണമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞുപോയ, നമുക്ക് മുമ്പേ അള്ളാഹുവിലേക്ക് യാത്രയായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഉമ്മമാർ, ഉപ്പമാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.